ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സലാം എഴുതിയിരിക്കുന്ന ഒരുമയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സലാം, യഥാർത്ഥ പേരല്ല കേട്ടോ. എനിക്ക് 46 വയസ്സുണ്ട്. വൈഫിന് 38 വയസ്സ്. ഞങ്ങൾക്ക് 2 കുട്ടികളുമുണ്ട്. സന്തോഷകരമായ ജീവിതമാണ്. ഞാൻ ഗൾഫിലാണ്. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരും. അവിടെ ബിസിനസ് ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ എനിക്ക് വരാൻ പറ്റും. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. എന്ന് വെച്ച് ഞങ്ങൾ ട്രഡീഷണലായുള്ള ഭാര്യയും ഭർത്താവും പോലെയുള്ള 2 പേരല്ല, സുഹൃത്തുക്കളെ പോലെയാണ്. ഞങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജാണ്. പക്ഷേ ആദ്യമൊക്കെ ഞങ്ങൾക്കിടയിൽ മനസ്സിലാക്കൽ ഇത്തിരി കുറവായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പരസ്പരം സുഹൃത്തുക്കളെ പോലെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് അവൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചത്. ഇക്ക, ആത്മാർത്ഥമായിട്ട് ഉത്തരം പറയണം. ഒരു സ്ത്രീയെ മാത്രം സ്നേഹിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ മറ്റ് സ്ത്രീകളെ ഇക്ക ഓർക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മറ്റ് സ്ത്രീകളെ ഇടയ്ക്ക് ഓർക്കും. പക്ഷേ നമുക്ക് ഉത്തരവാദിത്തം നമ്മുടെ ഭാര്യയോടും കുട്ടികളോടുമാണ്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പുരുഷന് കർമ്മം. പിന്നെ തെറ്റ് ചെയ്യില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആരായാലും തെറ്റ് ചെയ്യും. എന്ന് വെച്ചിട്ട് രണ്ടാമതൊരു കല്യാണം കഴിക്കാനോ ഇനിയിപ്പം ഒരാളെ പ്രേമിച്ച് കൂടെ കൂട്ടാനോ ഒന്നും തോന്നില്ല. എങ്കിലും സുന്ദരികളായ മറ്റു പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും എനിക്കും ആഗ്രഹം തോന്നാറുണ്ട്. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ടും ഞാനത് ഒതുക്കി നിർത്തും, കൺട്രോൾ ചെയ്യും. അല്ലാതെ എങ്ങനെയാണ് ജീവിക്കുക? ഇഷ്ടം തോന്നിയ ആൾക്കാരുടെ പുറകെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതം കുളമാകില്ലേ എന്ന് പറയും. അപ്പോൾ അവൾ പറഞ്ഞു, അതാണ് കാര്യം. നമുക്ക് ഒരാളോട് മാത്രമല്ല ജീവിതത്തിൽ ഇഷ്ടം തോന്നുക, പലരോടും തോന്നാം. ഞാൻ ചോദിച്ചു, നീ എന്താ പറഞ്ഞു വരുന്നതെന്ന്. അവൾ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇക്ക ഇപ്പം ഗൾഫിലാണല്ലോ, അവിടെ പല സാഹചര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. എന്നെ മറച്ചുകൊണ്ടിക്ക പല കാര്യങ്ങളും കാണിച്ചിട്ട് ഇവിടെ വന്ന് എന്നോട് കൊഞ്ചിക്കൊഴിഞ്ഞ് സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കെപ്പോഴും മനസ്സിൽ ഒരു സംശയമായിരിക്കും. നീ വിചാരിക്കുന്ന പോലെ ഗൾഫിൽ അങ്ങനെങ്ങ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നെ നുള്ളി. എനിക്കറിയാം, കൊച്ചു കള്ളൻ, നിങ്ങൾ തീർച്ചയായിട്ടും പല വഴിവിട്ട ബന്ധങ്ങളിലും പോയി കാണും. ഞാൻ പറഞ്ഞില്ലെന്നേ, എങ്കിൽ ഞാനിപ്പോൾ പറയുകയാണ്, വല്ലപ്പോഴും ഒരു എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്റ്റ് ഒക്കെ എടുക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ലേക്ക. കാരണം മനുഷ്യനല്ലേ, എന്തിനാണ് വെറുതെ ഭാര്യയെ ഓർത്ത് കുട്ടികളുണ്ടെന്നോർത്ത് അവിടെ കിടന്ന് വെറുതെ ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്നത്? അതിനിടയ്ക്ക് ഒരു കുളിർമഴ പെയ്യ്ക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അങ്ങ് പോയി പെയ്യിപ്പിക്കണം. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. നീ ഉള്ളതാണോ പറഞ്ഞത്, അതോ എൻ്റെ സത്യസന്ധത ടെസ്റ്റ് ചെയ്യാൻ ചോദിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനൊന്നുമില്ല, ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളീന്ന് പറഞ്ഞതാണ്. എടി കള്ളി, ഇങ്ങനെയൊക്കെ ഓരോ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ട് ഞാൻ പോയി കഴിയുമ്പോൾ നീ ആരെയോ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവരുമായിട്ട് ബന്ധം തുടരാനല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, എനിക്ക് അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇക്കയോട് പറയും. പക്ഷേ ഞാനങ്ങ് ഭയങ്കര സത്യസന്ധയാണ് എന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തോന്നാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഇക്ക മാത്രം വന്നെങ്കിലേ ഇവിടെ വേലിയേറ്റവും വേലിയിറക്കവും നടക്കൂ എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഇക്കയോട് പറയും. സാഹചര്യമുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും നടക്കുകയും ചെയ്യും. പക്ഷേ പർപ്പസ്ഫുള്ളി അങ്ങനെ നടക്കില്ലെന്ന് ഉറപ്പ് തരാം. എനിക്ക് പറയാനുള്ള കാര്യം, ഇക്കയുടെ ആറ്റിറ്റ്യൂഡും ഇക്കയുടെ ഒരു ഊർജത്തിൻ്റെ ലെവലും കണ്ടിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. റെസ്റ്റ് എന്ന് പറഞ്ഞത് ഇക്കയ്ക്ക് കാണില്ല. അതുകൊണ്ട് വെറുതെ എൻ്റെ അടുത്ത് വന്നിട്ട് അഭിനയിക്കേണ്ട കാര്യമില്ല. അവിടെ വെച്ച് അത്യാവശ്യമുള്ള കർമ്മബന്ധങ്ങളിലേക്ക് കടക്കാം എന്ന് അവൾ എന്നോട് പറഞ്ഞു. എനിക്ക് അവൾ എന്നെ വലയിടുന്നതായിട്ടാണ് തോന്നിയത്. കാര്യം ചിലപ്പോൾ അവൾ എൻ്റെ ചുറ്റിക്കളികളോ വാട്സാപ്പ് മെസ്സേജുകളോ വല്ലതും കണ്ടു കാണുമായിരിക്കും. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം അവിടെ പല സാഹചര്യങ്ങളുമുണ്ടല്ലോ. അത് മുതലാക്കിയാൽ ആർക്കാണ് ഗുണം? എനിക്ക് തന്നെ. അതുകൊണ്ട് തന്നെ ഒരു റിലാക്സേഷന് വേണ്ടി എനിക്ക് ചില ബന്ധങ്ങളില്ല എന്ന് പറഞ്ഞാൽ അത് കള്ളത്തരമാകും. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ഇവൾ ചൂണ്ടയിടുകയാണ്. ഞാൻ ചാടിക്കേറി അവളോട് എല്ലാം വിസ്തരിക്കും. എന്നിട്ട് അവൾ അവസാനം പറയും, കണ്ടോ, നിങ്ങൾ എന്നെ ചതിച്ചു, നിങ്ങൾ നല്ല ഭർത്താവല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് രഹസ്യങ്ങളെല്ലാം പകർത്തിയെടുക്കും. അത് കഴിഞ്ഞ ശേഷം അത് വെച്ച് ജീവിതകാലം മുഴുവൻ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ശല്യപ്പെടുത്തുകയോ ചെയ്യും. അതായിരിക്കും ലക്ഷ്യമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, എനിക്കും അങ്ങനെയൊക്കെ ഉണ്ടാകുവാണെങ്കിൽ ഞാൻ തുറന്നു പറയാം. അല്ലാതെ നീ പറഞ്ഞു വെച്ചിട്ട് ഉടനെ ആരുടെങ്കിലും പുറകെ ഒന്നും പോകാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് അവൾ ചിരിച്ചു. പിന്നെ ഞാൻ ഗൾഫിൽ പോയി കഴിഞ്ഞപ്പോൾ അവൾ വിളിക്കുമ്പോൾ, ഇക്ക എന്തെങ്കിലും ചാൻസ് ഉണ്ടായിരുന്നോ, ഇക്ക അത് ഉപയോഗിച്ചെന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും, ചാൻസും കിൻസും ഒന്നുമില്ല, നീ വേറെ പാട് നോക്ക് എന്ന് പറഞ്ഞ് അവളുടെ ആ ഒരു
ത്വരയെ ഒഴിവാക്കി വിടും. എങ്കിലും അവൾ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നോട് വിസ്തരിച്ച് പറയും. ഇക്ക, ഞാനിന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴേ നമ്മുടെ അപ്പുറത്തെ അങ്ങേര് എന്നോട് സംസാരിക്കാൻ വന്നു. അങ്ങേരുടെ നോട്ടം ശരിയല്ലായിരുന്നു. ഇന്ന് ഓട്ടോയിൽ കയറിയപ്പോൾ ഓട്ടോക്കാരൻ ചോദിച്ചു, തനിയൊക്കെ രാത്രിയിൽ എന്ത് ചെയ്യുകയാണെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങേരോട് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരിൽ നിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട ആരെയും നിനക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിച്ചു. ഒന്ന് പോയിക്ക, അങ്ങനൊന്നും കണ്ടില്ല, കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ പറയുമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. ഇതുപോലെയുള്ള പല കഥകളും പറയും. ചിലപ്പോൾ അവൾ അഴയിൽ നനച്ചു വിരിച്ചിരിക്കുന്ന പലതും രാവിലെ ആകുമ്പോൾ കാണില്ല. അങ്ങനെയാകുമ്പോൾ ഞാൻ പറയും, നീ പിന്നെ എന്തിനടി അവന്മാർക്ക് എടുത്തോണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നനച്ചിടുന്നത്? കൊണ്ടുപോട്ടേക്ക, അവർക്ക് നേരിലെ ഒന്നും നടക്കുന്നില്ല, ഇതൊക്കെ പഴയതാണ്, അവരെ കൊണ്ടുപോയി സായുജ്യമടയട്ടെ. എൻ്റെ കാര്യങ്ങൾക്കൊക്കെ മാർക്കറ്റ് ഉണ്ടെന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു സന്തോഷം, നിഗൂഢമായ സന്തോഷം. നീ കൊച്ചു കള്ളിയാടി, എന്തൊക്കെയോ നീ ഒളിക്കുന്നുണ്ടെന്ന് ഞാനും പറയും. പിന്നെ നിങ്ങളാണ്, ഞാൻ എത്ര തുറന്നു പറഞ്ഞിട്ടും നിങ്ങളൊന്നും പറയില്ല. അവിടെ എന്താണെന്ന് ആർക്കറിയാം? ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോകില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ എന്നെ കുറ്റപ്പെടുത്തും. ഇങ്ങനെ ഇണക്കവും പിണക്കവും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. ഇതിനിടയ്ക്ക് മാഡം, ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പയ്യൻ, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരകന്ന ബന്ധുവാണ്. അവനാണ് എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യാൻ വരുന്നത്. കടയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവളുടെ കൂടെ ഒന്ന് അനുഗമിക്കും. പിള്ളേരെയൊക്കെ അവൻ മാനേജ് ചെയ്യുകയും ചെയ്യും. അന്ന് അവൻ ഹൈസ്കൂളിലായിരുന്നു. പിന്നീട് അവൻ ഞങ്ങളുടെ വീട്ടിൽ പലപ്പോഴും വരികയും സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. ഞാനാണെങ്കിൽ ലീവിന് വരുമ്പോൾ അവനെയും കൂട്ടി പലയിടത്തും പോകും. നന്നായി അധ്വാനിക്കും. കാണാൻ സുന്ദരനാണ്. അതുമാത്രമല്ല, ജിമ്മിലൊന്നും പോകാതെ തന്നെ ഒരു ജിം ബോഡി ഷേപ്പ് അവന് ചെറുപ്പത്തിലേ ഉണ്ട്. അധ്വാനിക്കുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ അവന് 18 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇല്ലേ വല്ലാത്തൊരു മാറ്റം. കാരണം നമ്മൾ സിനിമയുടെ ഹൃതിക് റോഷനെ കാണുമ്പോൾ നോക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ വെള്ളാരം കണ്ണുകളും നല്ല മസിലുമൊക്കെയുള്ള ഒരു യുവാവായിട്ട് അവൻ പെട്ടെന്ന് മാറി. എന്നാലും അവൻ്റെ സ്വഭാവമൊക്കെ നമ്മളോട് പഴയതുപോലെ തന്നെയാണ്. വീട്ടിലെ എല്ലാ കാര്യത്തിലും അവനാണ് വരുന്നത്. കാറൊക്കെ വീട്ടിലെ ഓടിക്കുന്നത് അവനാണ്. കുട്ടികളെ 2 പേരെ അവൻ ഇപ്പോഴും മാനേജ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വൈഫിൻ്റെ കൂടെ കൂട്ടിന് എവിടെയും പറഞ്ഞു വിടാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. കാരണം ഞങ്ങളെല്ലാം തമ്മിൽ അത്രയ്ക്ക് സ്നേഹമാണ്. ഇതിനിടയ്ക്ക് എൻ്റെ കൂട്ടുകാർ പറയും, എടാ അവനിപ്പോൾ പ്രായപൂർത്തിയായി, വലിയൊരു പയ്യനായി. പക്ഷേ അവന് എന്താ ഉദ്ദേശം നിനക്കറിയില്ല. നിൻ്റെ ഭാര്യയും അവനും തമ്മിലുള്ള ചിരിയും കളിയൊക്കെ കാണുമ്പോഴേക്കും ഞങ്ങൾക്ക് പല സംശയമുണ്ട്. നിന്നേക്കാൾ നല്ല തടിയും സ്റ്റാമിന ഉള്ളൊരു പയ്യനാണ്. ചിലപ്പോഴൊക്കെ നിൻ്റെ ഭാര്യ അവനിലേക്ക് വഴുതി വീഴാനുള്ള സാഹചര്യവുമുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ബന്ധുക്കളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, കൊച്ചിന് മുതൽ അവനെ കാണുന്നല്ലേ, ഇനിയിപ്പോൾ എന്തുണ്ടാകാനാ? അതല്ല, നിനക്കൊരിക്കൽ മനസ്സിലാകും. 2 പേരും കൂടെ മിക്കവാറും ഒളിച്ചോടും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഞാനിതൊക്കെ നിസ്സാരമായി കരുതി. കാര്യം പോയി കഴിഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളൂ. ഓന്തോടിയാൽ വേലിക്കൽ വരെ, കെട്ടിലമ്മ ചാടിയാൽ കൊട്ടിയമ്പലം വരെ എന്നല്ലേ. അതുകൊണ്ട് എനിക്കത് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഭാര്യ, അവൾ എല്ലാ കാര്യങ്ങളും വള്ളിയും പുള്ളിയും വിടാതെ തുറന്നു പറയുമ്പോൾ ഞാൻ എന്തിനാണ് അതോർത്ത് ഭയപ്പെടുന്നത്? ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു ഘട്ടമായി കഴിഞ്ഞപ്പോഴേക്കും എന്നോട് അവൾ പറഞ്ഞു, ഇക്ക, എനിക്ക് തോന്നുന്നത് അവൻ എന്നോട് നല്ല സ്നേഹമുണ്ടെന്നാണ്. അത് വേണമല്ലോ, കൊച്ചിലെ മുതൽ നിന്നെ കാണുന്നതല്ലേ. അതല്ലിക്ക, അവൻ്റെ നോട്ടവും ഭാവവും പെരുമാറ്റമൊക്കെ കാണുമ്പോൾ എനിക്കിപ്പം അങ്ങ് പേടിയാ. ഇത്ര പേടിക്കാൻ അവനെന്താടി വല്ല രാക്ഷസനുമാണോ? നല്ലൊരു ചെക്കനല്ലേ? അതാണക്ക എനിക്കൊരു ഭയം. കാര്യം അവൻ എന്നോട് സ്നേഹമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ ഞാൻ അറിയാതെ അവനിലേക്ക് അങ്ങ് ചായുമോ എന്നൊരു സംശയം. ആഹാ, അത് കൊള്ളാമല്ലോ. ഇത്രയും കാലം നീ ചായും എന്ന് പറഞ്ഞു. ഇനി അങ്ങ് ചായുവാണെങ്കിൽ അങ്ങ് ചായട്ടടി, സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ എന്ന് പറയും. അപ്പോൾ അവളും അതൊക്കെ ആസ്വദിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് പറയും, ഇന്നവനില്ലേ ഷർട്ട് ഊരിയിട്ട് ഇതിലൂടെ നടക്കുകയായിരുന്നു, കണ്ടപ്പോൾ എൻ്റെ ഇക്ക എനിക്കാണെങ്കിൽ ഇരിക്കപ്പുറതിയില്ല. എന്നിട്ട് നീ എന്ത് ചെയ്തു? അടുക്കളയിൽ പോയി ചിരവയാണോ എടുത്തത് എന്ന് ചോദിക്കുമ്പോഴേക്കും പറയും, ഇപ്പോഴത്തെ കാലത്ത് ചിരവയൊന്നും ഇല്ല മനുഷ്യ, നിങ്ങൾ എന്തിനാണ് പഴയ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കും. അപ്പം ഞാൻ ചോദിക്കും, ആഹാ, നീ അപ്പോൾ പഴയ കാലത്ത് ചിരവയായിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ. കല്യാണത്തിന് മുമ്പേ ഇത്രയും വലിയ ചിരവയാണ് നീ അവിടെ തേങ്ങാ ചിരവാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ എൻ്റെ കാര്യം എന്താകുമായിരുന്നു. പക്ഷെ അതിൻ്റെ തെളിവൊന്നും കാണാനില്ലായിരുന്നല്ലോ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എന്ന് പറയും. ഒന്ന് കളിയാക്കാതെ പോ മനുഷ്യ, എനിക്കിവിടെ ചിരവയും ചിരട്ടയും തേങ്ങയൊന്നും എടുക്കേണ്ട കാര്യമില്ല. അവൻ്റെ കൺമുന്നിൽ നിൽക്കുകയല്ലേ. അവനാണെങ്കിൽ എന്നെ കൊതിയോട് നോക്കുകയും ചെയ്യുന്നു. ഞാനൊന്ന് കൈ നൊടിച്ചാൽ പോരെ, അവൻ എൻ്റെ പിറകെ വരില്ലേ? ഞാനൊരു മാജിക്കാരിയല്ലേ. അപ്പം ഞാൻ പറയും, ഇതൊന്നും പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കണ്ട, നീ അങ്ങ് കൈ നൊടിക്ക്, ഒരു പ്രശ്നവുമില്ല എന്ന് പറയും. ആഹാ, അപ്പം നിങ്ങൾക്കൊരു കുഴപ്പമില്ലേ? എനിക്ക് കുഴപ്പമില്ല, പണ്ട് നീ പറഞ്ഞതല്ലേ. അപ്പം ഞാൻ ഇതൊക്കെ സെറ്റാണ്
കാണാം, പ്രശ്നങ്ങളൊന്നുമില്ലാതെ നീ അങ്ങ് മാനേജ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാനും അത് വലിയ കാര്യം കൊടുക്കാതെ ലഘുവായി അങ്ങ് വിടും. അതിനിടയ്ക്കാണ് അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ചില ആൾക്കാർ വിളിച്ച് പറയും, എടാ അവരുടെ രണ്ടുപേരുടെയും ചുറ്റിക്കളി ശരിയല്ലെന്നും. ഞാനിപ്പോൾ നിസ്സാരമാക്കി പറയും, ഒരു പ്രശ്നമില്ല, അവൻ ആ വീട്ടിലെ അംഗത്തെ പോലെയാണ്. ഞാനവിടെ ഇല്ലാത്തപ്പോൾ അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവൻ തന്നെയാണ്. ഇനിയിപ്പം നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരെ സമാധാനിപ്പിക്കും. കാര്യം പ്രശ്നമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആളുകൾ പറയും, കാര്യം അവൻ വേറൊരു വീട്ടിലെ ചെക്കനല്ലേ. അതുമാത്രമല്ല പല പെണ്ണുങ്ങൾക്കും അവനെ ഇഷ്ടമാണ്. പലരും അവനെ വല വീശി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എൻ്റെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല പല ആണുങ്ങൾക്ക് പോലും അവനെ ഇഷ്ടമാണെന്നും അവൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ചെക്കന് ഭയങ്കര ഡിമാൻഡാണല്ലോടി എന്ന് പറയുമ്പോൾ അവളും കൂടുകൂടെ ചിരിക്കും. ഇതിനിടയ്ക്ക് അവൾ എന്നോട് പറഞ്ഞു, ഇക്ക ഞാനാണെങ്കിലേ അടുക്കളയിൽ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുറകെ കൂടെ വന്നിട്ട് അവൻ പോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്കിന്ന് നന്നായിട്ട് രസിച്ച് കാണുമല്ലോ, മുട്ടയെല്ലാം നീ പൊട്ടിച്ചൊഴിച്ചോടി എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, പിന്നെ ഓംലെറ്റ് അല്ലാതെ എങ്ങനെ ഉണ്ടാക്കുക, എന്താ മനുഷ്യ നിങ്ങളെന്നെ കളിയാക്കുകയാണോ? അവൻ വന്ന് അങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞപ്പോഴേക്കും ഞാനങ്ങ് ഞെട്ടിപ്പോയി. നീ എന്താ അത്ര ഞെട്ടാന്? നീ കാത്തിരിക്കുകയല്ലായിരുന്നോ? ശരിക്കും അവനിങ്ങോട്ട് വരണമെന്നല്ലേ നിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ ഒന്ന് പോയിക്കാം, അങ്ങനൊന്നുമല്ല. ഇന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയില്ല, എൻ്റെ ദേഹം വല്ലാതെ കിലിക്കിലിത്തു. കിലിക്കുവടി, നീ അടങ്ങി നിൽക്കുന്ന ടൈപ്പല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനും ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ ഉണ്ടാക്കും. അതൊക്കെ ഒരു രസം മാത്രം. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അവൾ രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇക്ക അവനില്ലേ ഇന്നലെ വന്ന് എന്നെ ചേർത്തണച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വേണ്ട എന്ന് പറയാൻ തോന്നിയില്ല. അതുകൊണ്ട് ഇന്നലെ രാത്രി ഒരു വല്ലാത്ത രാത്രിയായിരുന്നു. ഇന്നലെ മഴമേഘങ്ങൾ ഉരുണ്ടുകൂടി മഴ പെയ്ത് ഇരുൾ പൊട്ടി ഭൂമി മുഴുവനും വെടിച്ചു കയറിയ രാത്രിയായിരുന്നു എൻ്റെ ഇക്ക എന്ന് പറഞ്ഞു. ഞാനത് കേട്ട് അമ്പരന്നു. ആഹാ, എല്ലാം കഴിഞ്ഞ ശേഷമാണ് നീ എന്നോട് പറഞ്ഞത്. ഇക്ക അതങ്ങ് പറ്റിപ്പോയതാണ്. അവൻ എന്നോട് ഇന്നലെ ഭയങ്കര സ്നേഹമായിരുന്നു. ഞാനാണെങ്കിലേ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ ഇങ്ങോട്ടങ്ങ് വരികയായിരുന്നു. പിന്നെ നീയല്ലേ വാക്കുകൊണ്ട് നോക്കൊണ്ട് പറയാത്തവള്. എന്തായാലും കാര്യങ്ങളൊക്കെ ശുഭകരമായി അവസാനിപ്പിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, അവസാനിപ്പിച്ചില്ലല്ലോ ഇക്ക, തുടങ്ങിയതല്ലേ ഉള്ളൂ. പിന്നെ ഇനി അവൻ ഡ്രൈവർ മാത്രമല്ല, എന്നും എനിക്കും അവനൊരു കൂട്ടല്ലേ. ഇക്ക ഇല്ലാത്തപ്പോൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണേ. ഇക്ക വന്നിട്ട് വേണം നമുക്ക് 3 പേർക്കും കൂടി ഒരു ടൂറ് പോകാൻ. കുട്ടികളെ 2 പേരെയും ഞാൻ ഉമ്മാൻ്റെ അടുത്താക്കാവുന്ന. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും 2 ആഴ്ച കഴിഞ്ഞപ്പോഴേ നാട്ടിലെത്തി. കാര്യം അവനും ഞാനും കൂടെ ഡെയിലി സംസാരിക്കാറുണ്ട്. അവന് ഇത്തരം താല്പര്യങ്ങളുണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടില്ല. എങ്കിലും ഞാൻ എല്ലാ കാര്യങ്ങളിലും കണ്ണടച്ച് സമ്മതിക്കുന്ന ആളാണെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ അവന് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ ഫാമിലി ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതുമാത്രവുമല്ല അവൻ ഞാൻ പറഞ്ഞതുപോലെ കേട്ട് ഒക്കെ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ്. വലിയ പ്രശ്നങ്ങളൊന്നും അവൻ ഉണ്ടാക്കില്ല. എന്നോട് അടുപ്പവും കാര്യവും ബഹുമാനവും ഒക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ അവരുടെ ഇഷ്ടങ്ങളോടെ നടന്നു പോയെന്ന് പറഞ്ഞാലും ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് 2 പേർക്കും എന്നോട് സ്നേഹവും കരുതലും മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. പിന്നെ സാധാരണ ഒരു ഭാര്യയും ഭർത്താവും അല്ല ഞങ്ങളുടെ ജീവിതവും അങ്ങനെ അല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും എനിക്കതിൽ തോന്നിയില്ല. ഞാൻ നാട്ടിൽ ചെന്നു. അവനും അവളും കൂടി ഇരിക്കുമ്പോൾ തന്നെ സംസാരിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, എനിക്ക് നേരിലൊന്ന് കാണണം. കാരണം മിഴാവ് കൊട്ടി ആടുന്നത് കണ്ടില്ലെങ്കിൽ എനിക്കൊരു രസമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തപ്പും തകിലും എടുത്തുകൊണ്ടാണ് എൻ്റെ ഭാര്യ ചാടിക്കേറി 2 കൈയിലും പിടിച്ചത്. എന്ന് വെച്ചാൽ അവൻ്റെ ഒരു കയ്യിലും എൻ്റെ ഒരു കയ്യിലും അവൾ ഞങ്ങളെ രംഗവേദിയിലേക്ക് ആനയിക്കുകയായിരുന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഇക്കയ്ക്ക് നീ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യൂ, എങ്ങനെയാണ് നിൻ്റെ നിരീക്ഷണശാലകളിൽ നടക്കുന്ന രസതന്ത്രത്തിൻ്റെ സൂത്രവാക്യമെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഇക്ക ഒന്ന് അസസ് ചെയ്യട്ടെ, ഇക്കയാണോ നീയാണോ മെച്ചമെന്നുള്ള ഒരു പരീക്ഷണം തന്നെ നമുക്കിവിടെ നടത്തിക്കളയാം എന്ന് പറഞ്ഞു. അവൻ വളരെ മിടുക്കനാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ചെറുപ്പമല്ലേ, അതിൻ്റെതായ ഊർജ്ജസ്വലതയുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ട അതേ ഊർജ്ജസ്വലത അത് കണ്ട് ഞാൻ ആദ്യം ഒത്തിരി അമ്പരന്നു, പിന്നെ ആസ്വദിച്ചു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി ചേർന്ന് ഒപ്പന പാട്ടുപാടി ആനയിച്ച് ആ വേദി പൊളിച്ചടുക്കി. ഞങ്ങളെല്ലാം കൂടി ആ ലീവിന് നിരവധി തവണ പല സ്ഥലത്ത്
ടൂർ പോവുകയും ഞങ്ങൾ 3 പേരും കൂടി ആ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിതകൾ ആസ്വദിച്ച് ജീവിക്കുന്നത് പോലെ ഒഴുകി ഒഴുകി പോവുകയും ചെയ്തു. അതൊക്കെ വളരെ മനോഹരമായിരുന്നു. അവനും ഞാനും എൻ്റെ ഭാര്യയും ചേർന്നുള്ള സൗഹൃദം എനിക്ക് ഒത്തിരിയധികം ഉന്മേഷവും ഊർജവും പകർന്നു നൽകി. പുതുമകളാണല്ലോ മാഡം മനുഷ്യൻ്റെ ജീവിതത്തെ നിലനിർത്തുന്നത്. പഴയ കാര്യങ്ങളിലും മാമേലുകളിലും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, നാട്ടുകാരോടോ വീട്ടുകാരോടോ പറഞ്ഞാലോ അറിഞ്ഞാലോ അത് വലിയ പൊല്ലാപ്പാകും. 2 പേരോട് ഞാൻ വാൺ ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മുടെ രസം നമ്മൾ മാത്രം അറിയുക, ആരോടും നമ്മൾ പറയരുത്. പുറത്തുള്ളവർ അറിയുന്ന രീതിയിൽ യാതൊരു വിധത്തിലുള്ള പെരുമാറ്റവും കരകാട്ടവും പാടില്ല. അങ്ങനെയായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കും അനുകൂലിക്കാൻ പറ്റില്ല എന്ന് വാൺ ചെയ്തിട്ടാണ് ഞാൻ പോയത്. അത് വേണമല്ലോ, എല്ലാം ആരും അറിയാതെ രഹസ്യമായിട്ട് വേണം. അല്ലാതെ നമ്മൾ ഏതെങ്കിലും സമയത്ത് ഒത്തിരി സാഹചര്യം ഉണ്ടെന്ന് വെച്ചിട്ട് അടക്കമില്ലാതെ ഒതുക്കമില്ലാതെ എടുത്തെറിഞ്ഞ് ചാടി നടക്കരുത്. എല്ലാം വളരെ കാൽക്കുലേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ജീവിതം നാട്ടുകാരുടെ മുന്നിൽ അടിപൊളിയായി തോന്നിക്കും. പലപ്പോഴും വീടിനുള്ളിൽ നടക്കുന്നത് ആർക്കും അറിയില്ലോ മാഡം. എല്ലാവരും ജീവിക്കുന്നു. പുറമേ നോക്കുമ്പോഴേക്കും അവിടെ ഭാര്യയും മക്കളും ഭർത്താവും ഒക്കെയായിട്ട് എന്ത് രസകരമായ ഒരു ജീവിതം. പുണ്യത്തിൻ്റെ കഥകൾ പറയുന്ന ചില സീരിയൽസില്ലേ, അതുപോലെയാകും മനുഷ്യർ വിചാരിക്കുക. പക്ഷേ അകത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അങ്ങനെയുള്ള സിറ്റുവേഷനാണ്. അതുതന്നെയാണ് ഞങ്ങൾക്കിടയിലും. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹം, സഹകരണം, എല്ലാത്തിലുമുള്ള അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ല. ഇതൊക്കെയാണെങ്കിലും ആ ചെക്കൻ കുറച്ച് പ്രാക്ടിക്കലാണ്. കാര്യം അവന് ജീവിതത്തിൽ താഴേക്കിടയിലുള്ള സാഹചര്യമാണ്. അവന് മുന്നേറണമെന്നും വിദേശ രാജ്യത്തൊക്കെ പോയി സെറ്റിലാകണമെന്നും നല്ല ജോലി വേണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. അതിനൊന്നും ഞാനെതിരല്ല, അവനെ സഹായിക്കുകയും ചെയ്യും. കാര്യം എൻ്റെ ഭാര്യയ്ക്കാണെങ്കിലും അതൊക്കെ അതിൻ്റേതായ രീതിയിൽ എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കാര്യങ്ങൾ തകിടം പറഞ്ഞത് അങ്ങനെയല്ല. അവനിപ്പോൾ വിദേശത്ത് പോകാനുള്ള ഒരു വിസ റെഡിയായി. പക്ഷേ ആദ്യമൊക്കെ എൻ്റെ ഭാര്യ ഓക്കെ എന്ന് പറഞ്ഞെങ്കിലും അതൊക്കെ റെഡിയായി വരുന്ന സമയമായപ്പോഴേക്കും ഭാര്യയുടെ ഭാവം മാറി. അവൾ എന്നോട് പറയാൻ തുടങ്ങി, അവനെ വിട്ടിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അവനെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് കാണണം. ഇല്ലാതെ എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. അവനെ ഞാൻ എങ്ങും വിടില്ല. വിട്ടുകഴിഞ്ഞാൽ എൻ്റെ സമനില തെറ്റിപ്പോകും. നിങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിൽ വരണമെന്ന് പറഞ്ഞ് അവൾ വല്ലാത്ത രീതിയിലാണ് പ്രതികരിച്ചത്. അവളുടെ സമനില തെറ്റിപ്പോയെന്ന് പോലും ഞാൻ സംശയിച്ചു. ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോഴും അവൾ പിടിവാശിയാണ്. ഇല്ല, അവനെ ഞാൻ സ്വന്തമാക്കില്ല. എനിക്ക് അവനെപ്പോഴും എൻ്റെ വലയത്തിനുള്ളിൽ തന്നെ വേണം. അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങളോട് എനിക്ക് സ്നേഹമുണ്ട്. അവനെനിക്ക് കല്യാണം കഴിക്കണമെന്നില്ല. പക്ഷേ എന്നാലും അവൻ എൻ്റെ കൂടെ വേണം. അവനെന്നെ വിട്ടു പോകാൻ പറ്റില്ല. അവൻ ദൂരെ പോയി കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് അകന്നു പോകും. എന്നിൽ നിന്ന് അവൻ എന്നേക്കുമായിട്ട് അകലും. അവൻ വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കും. അവൻ എൻ്റെ സ്വന്തമാണ്. അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഭാര്യ വരുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവൻ വേറെ പോയി കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു. ഒറ്റയ്ക്കിരുന്ന് കരയുന്നു. അവളൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. വീട്ടിലെ ജോലികളൊന്നും അവളിപ്പോൾ ചെയ്യുന്നില്ല. കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല. 24 മണിക്കൂറും അവൻ്റെ കാര്യം പറഞ്ഞിരുന്ന് കരയുകയാണ്. അവൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ശൂന്യത മാത്രമാണ് ഈ ലോകത്തിൽ എന്നൊക്കെ പറയുകയാണ് മാഡം. പിച്ചും പേയുമൊക്കെ ചില സമയത്ത് പറയാറുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൾ വല്ല ബുദ്ധിമോശവും കാണിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ അവസരത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് ആദ്യമേ ചെയ്തില്ല. കാരണം ഭയങ്കര സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ഒരു വിവാഹ ജീവിതത്തിൽ അതിന് ഇപ്പോൾ അവിഹിത ബന്ധങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനിപ്പോഴും പരിധികളും പരിമിതികളും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് ഒരാൾ മറ്റൊരാളുടെ ജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു കാൽക്കുലേഷനും ബുദ്ധിയും പ്രാക്ടിക്കൽ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. രസം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓക്കെ. പക്ഷേ അതിലേക്ക് സ്നേഹവും പ്രേമവും സെൻറ്റിമെൻറ്റ്സും ഒക്കെ കടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കുളമാകും. അതാണ് പലർക്കും പറ്റുന്നത്. ഇപ്പോൾ ഒരു ബന്ധം വിവാഹ ജീവിതത്തിൽ നിന്ന് പുറത്ത് വരികയാണെങ്കിൽ അതിനെ അതായി കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ അത്രയ്ക്ക് വിദഗ്ധമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി അതൊക്കെ മാനേജ് ചെയ്യാൻ കഴിവുള്ള കുറച്ച് പേരുണ്ട്. പക്ഷേ ഭൂരിപക്ഷം പേർക്കും അതൊന്നും പറ്റില്ല. പ്രേമമായി, സ്നേഹമായി, ഭയങ്കര സെൻറ്റിമെൻറ്റ്സായി, കരച്ചിലായി, പിഴിച്ചിലായി, അങ്ങനെ ഇമോഷണലായുള്ള കാര്യങ്ങൾ കൂടുതൽ വരുമ്പോഴേക്കും അത് കുളമാകുകയും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ എത്ര പേർക്ക് ഇങ്ങനെയൊക്കെയുള്ള
കൂട്ടബന്ധങ്ങൾ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് ആരും അറിയാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഭൂരിപക്ഷം പേർക്ക് കാണുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നായിരിക്കും ഉത്തരം. പലപ്പോഴും ഇമോഷൻസിൽ നമ്മൾ വീണു പോകും. അപ്പം അങ്ങനെ വീണ ഒരവസ്ഥയാണ്. കാര്യം നിങ്ങളെ വിവാഹം കഴിച്ചതാണ്, നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷേ അവർ പ്രേമിച്ചത് ആ പയ്യനെയാണ്. പ്രേമോ സ്നേഹമോ ഒക്കെ തമ്മിൽ ചിലപ്പോൾ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അവരുടെ ജീവിതത്തിൽ അവരിങ്ങനെ കണ്ട് ആസ്വദിച്ച് ആദ്യമായി പ്രേമിച്ച ആ കാമുകൻ, അതും നിങ്ങളുടെ ആ ഒരു അനുവാദത്തോടു കൂടി സാദരത്തോടു കൂടി എപ്പോഴും അവൻ കാണും. അവൻ ആ വീട്ടിലെ ഒരു ജോലിക്കാരനെ പോലെയൊക്കെ നിന്നു, അവർ പറയുന്നത് കേട്ട് എപ്പോഴും നിൽക്കും എന്നൊക്കെ ഓർത്ത് ഒരു സുപ്രഭാതത്തിൽ അവനാണെങ്കിൽ ഇതൊക്കെ പ്രാക്ടിക്കലായി എടുത്ത് അവൻ്റെ ജീവിതം തേടി പോകുന്നത് കേൾക്കുമ്പോഴേക്കും അവർക്കുണ്ടാകുന്ന ഷോക്കിൽ നിന്ന് ഉണ്ടായ പ്രശ്നങ്ങളാണിതൊക്കെ. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒത്തിരി സമയവും ഒത്തിരി ദിവസവും മെനക്കെടേണ്ടി വരും. അതുകൊണ്ട് ആ പയ്യൻ്റെ ജീവിതത്തിനിപ്പോൾ തടയിടാൻ പറ്റില്ലല്ലോ. ആകുമ്പോൾ എവിടെയെങ്കിലും രക്ഷപ്പെട്ടല്ലേ പറ്റുകയുള്ളൂ. ആ ചെക്കനോടും ഒക്കെ സംസാരിച്ച് ഒന്നുകിൽ നിങ്ങളെല്ലാവരും കൂടി കൂട്ടായ ഒരു തീരുമാനമെടുക്കുക. ഇതെങ്ങനെയാണ് ഈ ബന്ധം കൊണ്ടുപോകേണ്ടത്, അവൻ നാട്ടിൽ തന്നെ നിൽക്കാനുള്ള സാഹചര്യമുണ്ടോ, അതോ നിങ്ങൾ സഹായിക്കുമോ? അത് മാത്രമല്ല, ഭാര്യയെ നിങ്ങളും കൂടെ ചർച്ച ചെയ്തിട്ട് അവൻ്റെ ഭാവി അതെന്തെന്ന് പറഞ്ഞാലും അവന് വേറൊരു ജീവിതമുണ്ടല്ലോ, അതിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാവകാശം കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ കൂടെ നിന്ന് അവരെ സ്വാതന്ത്ര്യപ്പിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടോ? അത് മാത്രമല്ല, ഇപ്പോൾ അവൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ബന്ധം കൂടെ അംഗീകരിക്കുന്നൊരു പെൺകുട്ടി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്മൂത്തായിട്ട് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭാവിയിലെ കാര്യങ്ങളും തന്ത്രപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പതുക്കെ പതുക്കെ ഒരു അവയർനെസ് ഉണ്ടാകും. പെട്ടെന്ന് കേട്ട ഷോക്ക് ഉണ്ടായിരിക്കും ഇതുണ്ടായത്. അപ്പം നിങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതിന് അവരുടെ അവസ്ഥയ്ക്ക് എന്തായാലും സ്നേഹിച്ച ആൾക്കാരല്ലേ, അപ്പോൾ ഇതിന് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. ഈ ട്രിക്കുകളും ഇതുപോലെയൊക്കെയുള്ള ഫോർമുലകളും എല്ലാം ഇട്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് അവരുടെ മനസ്സിന് സമാധാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കുക. ഇനിയിപ്പോൾ അത് പറ്റിയില്ല, അവരങ്ങ് പറന്നു പോയെങ്കിൽ ഭാര്യയെ നിങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് അവർക്ക് ഉപകാരം ഉണ്ടായില്ലെന്ന് വരും. അപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കാണിക്കുക. കൗൺസിലിംഗ് പ്ലസ് മരുന്നുകൾ കൊടുക്കേണ്ടി വരും ആ ഒരു വിഷാദം മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം രണ്ടും രണ്ട് രീതിയിൽ സാഹചര്യം അനുസരിച്ച് കൈകാര്യം ചെയ്യുക. അവനവൻ്റെ സാഹചര്യം അനുസരിച്ചിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്.